ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകം ദൈവവചന സത്യങ്ങളെ, വചനത്തിൻ്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പുസ്തകമാണ്. നാം ഇപ്പോൾ വായിച്ച് കേട്ട ഈ തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ദൈവം പൗലോസിനെ കൊണ്ടെഴുതിപ്പിച്ചതാണ്. നോക്കൂ, കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി എഴുതിയ ലേഖനം നമ്മെ ഓരോരുത്തരെയും എത്ര അധികമായിട്ടാണ് ബലപ്പെടുത്തുന്നത്. പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നു പറഞ്ഞു, കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്തു സന്തോഷമാണ് കാരാഗൃഹത്തിലുള്ളത്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ എന്തു സന്തോഷമാണ് ഉള്ളത്. ആരാണ് കത്തെഴുതേണ്ടത്? ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നവന് വേണ്ടി നമ്മളല്ലേ ഒരു കത്തെഴുതേണ്ടത്? എന്നാൽ ഇവിടെ ഇതാ പൗലോസ് ഒരു കത്തെഴുതുന്നു. ആ കത്തിലൂടെ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിന്തിക്കണമേ, നമുക്കിത്ര ബലം ഈ വചനങ്ങൾ തരുന്നുണ്ടെങ്കിൽ കാരാഗൃഹത്തിൽ പൗലോസ് അനുഭവിച്ച ബലം എത്ര വലുതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ബലപ്പെടാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ മറ്റുള്ളവരെ ചാർജ് ചെയ്യാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നത് ഭൂമിയിലുള്ളതൊന്നുമല്ല. ഭൂമിയിലുള്ളതാണ് പറയുന്നതെങ്കിൽ തന്നെക്കുറിച്ച് തന്നെ പറയണ്ടേ? തനിക്കല്ലേ ആശ്വാസം വേണ്ടത്? ചങ്ങലയിൽ കിടക്കുന്നവനല്ലേ ആശ്വാസം വേണ്ടത്? എന്നാൽ പൗലോസ് വെളിപ്പെടുത്തുന്ന സത്യം അത് ഉയരത്തിലുള്ളതാണ്. യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് പകരമായി തകർക്കപ്പെട്ടതിലൂടെ ദൈവം നമുക്ക് നൽകിയ വിടുതലിനെ കുറിച്ചിട്ടാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഭൂമിയിലുള്ള കാഴ്ചകളാൽ കെട്ടപ്പെടുന്നവനല്ല പൗലോസ്. ഉയരത്തിലുള്ളത് കണ്ട് സംസാരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ വീണ്ടും ജനിക്കുകയാണ്. ആ ജനനം അത് സ്വർഗീയ കുടുംബത്തിലേക്കുള്ള ജനനമാണ്. നാം ഇവിടെ ജനിച്ചത് ഈ ഭൂമിയിലേക്കാണെങ്കിൽ നാം വീണ്ടും ജനിക്കുന്നത് സ്വർഗീയ കുടുംബത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ ഭരിക്കേണ്ടത് ആ കുടുംബത്തിലെ കാഴ്ചകളാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവൻ ഇവിടെ ഇല്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ലോകചരിത്രത്തിൽ ആദ്യമായി മരിച്ചവരിൽ നിന്ന് ഒരുവൻ എന്നേക്കും ജീവിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങളേവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവവചനത്തിൻ്റെ മർമ്മം. നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു.
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മരണവും അടക്കവും മാത്രമല്ല, അതിനപ്പുറമായൊരു തലമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതേ, നിങ്ങളുടെ ആത്മാവും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാനോട് കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പദവിയുടെ മഹത്വം തിരിച്ചറിയുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണും. അല്പനേരത്തേക്ക് ഈ ശരീരത്തിൽ നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നാം വീണ്ടും ജനിച്ചത് നിത്യതയിലേക്കാണ്. നാം വീണ്ടും ജനിച്ചത് എന്നേക്കും ജീവിക്കേണ്ടതിനാണ്. വീണ്ടും ജനിച്ചവൻ മരിക്കുകയില്ല, അവൻ നിത്യജീവനിലാണ്. ആ വെളിപ്പാടിലാണ് ഇന്ന് പകൽ നിങ്ങൾ ചലിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലെ കാഴ്ചകൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ഇതൊന്നും നിങ്ങളെ തളർത്തുകയില്ല. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.